بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സൂറത്തു അൽ ഫാത്തിഹയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തഫ്സീറിൻ്റെ കിതാബ് പ്രിൻ്റ് ചെയ്തവിടെ ഇല്ല. സൂറത്തു അൽ ഫാത്തിഹയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് സൂറത്തു ഫാത്തിഹയുടെ വേറൊരു പേര് പറയാ? ഉമ്മുൽ ഖുർആൻ. ജമീൽ. എന്താണ് ഉമ്മുൽ ഖുർആൻ? വേറൊരു പേര് റുഖ്യ. വേറെ പേരെന്താണ്? റുഖ്യ. അസ്സബ്ഉൽ മഥാനി, അസ്സബ്ഉ അൽ മഥാനി എന്നൊക്കെ പേരുകളുണ്ട്. ഫാത്തിഹക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? അതിൻ്റെ തുടക്കത്തിലായതുകൊണ്ട്, അതുകൊണ്ട് അത് ആരംഭിച്ചതിനാൽ. ഉമ്മുൽ ഖുർആൻ എന്ന് പേര് വരാൻ കാരണം ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള ആശയം എവിടെ കിട്ടും? ഫാത്തിഹയിൽ നമുക്ക് കിട്ടും. റുഖ്യ എന്ന് പേര് വരാൻ കാരണമായ സംഭവം ചികിത്സിച്ചത്. ഒരു വിഷജീവി കടിച്ച ആളെ ഫാത്തിഹ ഓതിക്കൊണ്ട് ചികിത്സിച്ചു. قال بسم الله الرحمن الرحيم. قوله تعالى بسم الله الرحمن الرحيم. ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ആദ്യം ഓതുന്നത് എന്താണ്? അഊദു പറഞ്ഞതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് സൂറത്ത് ഓതുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വാക്കിൻ്റെ അർത്ഥം വെക്കുകയാണെങ്കിൽ ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട്, അർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ, പരമകാരുണ്യവാനും, അതായത് എല്ലാവർക്കും കാരുണ്യം കൊടുക്കുന്നവനും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കാരുണ്യം കൊടുക്കുന്നവനുമായ റഹ്മാൻ റഹീം എന്നതിൻ്റെ ആശയം അതാണ്. അവൻ്റെ പേര് കൊണ്ട്, അതൊരു പൂർണ്ണമായ ജുംല അല്ല അല്ലേ? അവൻ്റെ പേര് കൊണ്ട് എന്താ ചെയ്യുന്നത്? എന്താ അല്ലെ? അതെന്തല്ല, അതൊരു പൂർണ്ണമായ ജുംല അല്ല. അറബി ഭാഷയിൽ അൽ ജാർ വൽ മജ്റൂർ എന്നാണ് എന്നെ പറയുക. അതായത് ബിസ്മി എന്ന് പറഞ്ഞ ഇസ്മു കൊണ്ട്, പേര് കൊണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബ എന്നത് ജാറാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പഠിക്കാം. അല്ലാഹു ഉൾപ്പാകട്ടെ. എന്തായാലും അതിനെന്ത് വേണം? ഈ കൊണ്ട് എന്ന് പറയുമ്പോൾ അതിനെ, ഇപ്പം ഞാൻ കൊണ്ട് എന്ന് മലയാളത്തിൽ നമുക്കൊരു മനസ്സിലാക്കാനുള്ള സുഖത്തിന് വേണ്ടി പറയാം. അത് പറയുമ്പോൾ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നൊരു സംഭവം വേണം. തമാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പോകുമ്പോൾ, എഴുതാൻ പോകുമ്പോഴാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോഴാണ് പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? ഒരു ഉദാഹരണം പറയും. എഴുതാൻ പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അവിടെ ഒരാശയം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണത്? അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ എഴുതുന്നു. എന്താണ്? ഞാൻ എഴുതുന്നു. ഞാൻ എഴുതുന്നു എന്നുള്ളത് എന്തില്ല? ഈ വാക്കിലില്ല. പക്ഷെ അതെവിടെയാണുള്ളത്? അത് നമ്മളുടെ മനസ്സിലാണുള്ളത്. നമ്മൾ സങ്കല്പിക്കുകയാണ്, കണക്കാക്കുകയാണ് അല്ലേ? ഭക്ഷണം കഴിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആകുലു, അല്ലെങ്കിൽ ആകുലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആകുലു. അയ്യോ, അതാണ് ഏറ്റവും ശരിയായത്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തിന്നുന്നു. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്ത് വേണം? ഞാൻ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ ആ അറബി ഭാഗം ഇപ്പോൾ വായിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാനും ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ശൈലി പതുക്കെ പതുക്കെ നമുക്ക് മാറാം. എന്നിട്ട് അറബി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അർത്ഥം വെക്കാം. ശരി, ഇവിടെ എന്ത് ചെയ്യാണ്? അവിടെ ഒരു പ്രവർത്തനത്തെ വെച്ചു കൊടുക്കുകയാണ്. ഒരു ഫിഅലിനെ, പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫിഅൽ എന്നാണ് പറയുക. ഒരു ഫിഅലിനെ വെച്ചു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഒരു ഫിഅലിനെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്, ഒരു പ്രവർത്തനത്തെ വെച്ചു കൊടുക്കുകയാണ്. എങ്ങനെയുള്ള പ്രവർത്തനമാണ്? ആ സന്ദർഭത്തിന് യോജിച്ച പ്രവർത്തനം. അതാണ് നമ്മളവിടെ സങ്കല്പിക്കുക. ഫിഅൽ സങ്കല്പിക്കുക. ഭക്ഷിക്കാനാണ് പോകുന്നതെങ്കിൽ അവിടെ സങ്കല്പിക്കാൻ, ഞാൻ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തിന്നുന്നു. അറുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് അറുക്കുന്നു. ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ ഉണ്ടാകും. ശരി, അപ്പം അതിനാൽ തന്നെ അറബി ഭാഷയിൽ ഒരു ജാർ വൽ മജ്റൂർ, ഇപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാലും, ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞാലും, അൻ റസൂലില്ല എന്ന് പറഞ്ഞാലും ഒക്കെ എന്ത് വേണം? അതിനൊരു മുതഅല്ലിഖ് വേണം, അതിനോട് ബന്ധപ്പെടുന്ന ഒന്ന് വേണം.
ഇപ്പോൾ ഇവിടെ എന്താണ് ബിസ്മില്ലനെ ബന്ധപ്പെടുന്നത്? ആക്കുലു, ഞാൻ തിന്നുന്നു, ഞാൻ കുടിക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ വായിക്കുന്നു. ഇതാണ് ഇങ്ങനൊരു മുതഅല്ലിഖ് നിർബന്ധമാണ്, ഒരു ബന്ധപ്പെടുന്ന ഒന്ന് നിർബന്ധമാണ്. അതവിടെ വാക്കിലില്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ അത് നിർബന്ധമായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സങ്കല്പിക്കണം എന്ന് പറയുന്നത്. അറബി ഭാഷയിലെ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. എന്ത് നമ്മൾ പറഞ്ഞു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആക്കുലു, അവസാനമാണ് നമ്മൾ ഫിഅലിനെ കൊണ്ടുവച്ചത്. ഫിഅലിനെ കൊണ്ടുവച്ചത് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്ന കൗലുകളാണ് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറയുന്നത്, ഞാനല്ലത് പറയുന്നത്. അതായത് അപ്പോൾ അവസാനമാണ് നമ്മൾ ഫിഅലിനെ കൊണ്ടുവച്ചത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തിന്നുന്നു, ബിസ്മില്ലാഹി ആക്കുലു, അവസാനത്തിലാണ്. എന്തിനാ അവസാനം കൊണ്ടുവച്ചത്? അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അവസാനത്തിലായി എന്ന് സങ്കല്പിച്ചെന്ന് അള്ളാഹുവിൻ്റെ നാമം തുടക്കത്തിൽ വരാൻ വേണ്ടിയിട്ട്. ബിസ്മില്ലാ, ആക്കുലു ബിസ്മില്ല എന്നും ഭാഷയിൽ പറയാം, തെറ്റില്ല. ആക്കുലു ബിസ്മില്ല, ഞാൻ തിന്നുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് ഭാഷയിൽ പറയാം. പക്ഷെ നമ്മൾ അത് ചെയ്യാതെ ആക്കുലു എന്നതിനെ ലാസ്റ്റ് വെച്ചു, അല്ലെങ്കിൽ അക്തുബു, ഞാൻ എഴുതുന്നു എന്നതിന് ലാസ്റ്റ് വെച്ചു. എന്തിനാ വെച്ചത്? അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങാൻ വേണ്ടി. അതിന് ബറക്കത്തുണ്ട്, അതിനെന്തുണ്ട്? ബറക്കത്തുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒരു കാര്യം. രണ്ട്, അറബി ഭാഷയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നമ്മൾ സങ്കല്പിക്കും എന്ന് പറഞ്ഞല്ലോ, ഈ ആളെ ബാക്കിൽ വെച്ചാൽ മുന്നിൽ വെച്ച ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. ആ മുതഅല്ലിഖ് ഉണ്ടോ ബിസ്മി എന്ന് പറഞ്ഞതിന് ഒരു സ്ഥാനം കിട്ടും. എന്താണ് സ്ഥാനം? ഈ പ്രവർത്തനം, നമ്മൾ സങ്കല്പിച്ച ഈ പ്രവർത്തനം ഇയാളിൽ മാത്രം ചുരുങ്ങും, ഈ ബിസ്മിയിൽ മാത്രം ചുരുങ്ങും. അതായത് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് മാത്രമാണ് ഞാൻ ഭക്ഷിക്കുന്നത്. എന്താണ്? അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് മാത്രമാണ് ഭക്ഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് മാത്രമാണ് ഞാൻ അറുക്കുന്നത് എന്ന അർത്ഥവും അതിൽ നിന്നും കിട്ടും. അതായത് ഉദാഹരണം, ലാ ആകുലു ബിസ്മി അഹദിൻ മുതബർരികൻ ബിഹി, ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വേറൊരാളുടെ പേരിൽ ഞാൻ തിന്നുകയില്ല. വമുസ്തഈനൻ ബിഹി, അതുപോലെ തന്നെ സഹായം തേടിക്കൊണ്ടും വേറൊരാളുടെ പേരിൽ സഹായം കേട്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യില്ല? തിന്നൂല. ഇല്ലാ ബിസ്മില്ലാഹി അസ്സ വജൽ, അള്ളാഹിൻ്റെ പേരിലല്ലാതെ. മനസ്സിലായോ? തയ്യിബ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുക? എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ബാക്കി ഭാഗം വായിക്കണം. വഖദ്ദർനാഹു ഫിഅലൻ ലിഅന്ന അൽ-അസ്ല ഫിൽ അമലി അൽ-അഫ്ആലു വഹാദിഹി യഅരിഫുഹാ അഹ്ലുൻ നഹ്വി. നമ്മളിവിടെ ആക്കുലു എന്ന ഒരു പ്രവർത്തനമാണ് വെച്ചത്, വേറെ ഏതെങ്കിലും ഒരു പേരല്ല, ഇസ്മല്ല വെച്ചത്, പ്രവർത്തനം ഫിഅലാണ് വെച്ചത്. അതെന്തിനെന്ന് വെച്ചാൽ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഫിഅല് എന്ന സെക്ഷനാണ്. അറബി ഭാഷയിൽ എന്തുണ്ട്? പല സെക്ഷനുകളുണ്ട്. ഒന്ന് ഇസ്മാണ്, രണ്ട് ഫിഅലാണ്, മൂന്ന് ഹർഫാണ്. അതിൽ ഫിഅലിനെ വെച്ചത് അത് പ്രവർത്തനമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മൾ തുടക്കത്തിൽ ബിസ്മിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഭാഷാപരമായ ചർച്ച. ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് ഭാഷ അത് പഠിക്കുകയും ചെയ്യാം. തമാം. ബാക്കിയുള്ള ദർസുകളിൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? ഇൻഷാ അള്ളാഹ് നമ്മൾ ഭാഷ പഠിക്കുന്ന ദർസുകൾ വരും ഇൻഷാ അള്ളാഹ്. ശരി, അള്ളാഹു എന്ന പേര്, ബിസ്മില്ലാഹ്, അള്ളാഹ് അല്ലേ? അവിടെ ബിസ്മി, അവിടെ കെസർ വന്നത് കൊണ്ടാണ്, അള്ളാഹു എന്ന പദത്തിന് മുമ്പ് കെസർ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ലാമിനെ തർക്കീഖ് ചെയ്തത്. ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്നല്ല പറയാ, പിന്നെന്താണ്? ബിസ്മില്ലാഹ് എന്നാണ് പറയുക. ശരി, അള്ളാഹു എന്നത് റബ്ബുൽ ആലമീൻ, ഇസ്മുല്ലാഹി റബ്ബുൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, ലാ യുസമ്മ ബിഹി ഗൈറുഹു. റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ പേരാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, അതായത് റബ്ബുൽ ആലമീൻ്റെ ഒരു പേരാണെന്ത്? അള്ളാഹു എന്നത്. ആ പേര് കൊണ്ട് വേറൊരാളെയും വിളിക്കുകയില്ല. അപ്പോൾ റഹീം എന്നെന്ത് ചെയ്യാം? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. അള്ളാഹു ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനതും ഹരീസുൻ അലൈക്കും വബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് റഊഫും റഹീമുമാണ്. റഊഫ് എന്നത് അള്ളാഹിൻ്റെ ഒരു പേരാണ്, റഹീം എന്നത് അള്ളാഹിൻ്റെ ഒരു പേരാണ്. പക്ഷെ ആ പേരുകൾ വേറെ ചിലർക്കും വേറെ ആളുകൾക്കും വിളിക്കാൻ പറ്റും. പക്ഷെ ലിമിറ്റുണ്ട്, അതിൻ്റെതായ ലിമിറ്റുണ്ട്. പക്ഷെ അള്ളാഹു എന്ന പേര് അള്ളാഹുവിന് മാത്രമുള്ള പേരാണ്. തമാം. അർ റഹ്മാൻ, അർ റഹ്മാൻ എന്നത് ആരുടെ പേരാണ്? അള്ളാഹുവിൻ്റെ പേരാണ്.
അർ റഹ്മാൻ എന്നത്, അതുപോലെ തന്നെ അള്ളാഹു എന്ന പേരിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അള്ളാഹു എന്ന പേരിനൊരു പ്രത്യേകതയുണ്ട്. വഹുവ അസ്ലുൽ അസ്മാ, അള്ളാഹിന്റെ പേരുകളുടെ ഒക്കെ അടിസ്ഥാനം അള്ളാഹു എന്നതാണ്. അതിന്റെ പിൻഗാമികളായിട്ടാണ് ബാക്കിയുള്ള പേരുകൾ വരിക. അള്ളാഹു എന്ന പേരിന് പിൻഗാമികളായിട്ടാണ് ബാക്കിയുള്ള പേരുകൾ വരിക. ഏതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ, എങ്ങനെയുള്ള അള്ളാഹു, റഹ്മാനും റഹീമുമായ. അതല്ലാതെ ബിസ്മിർ റഹ്മാനി അല്ലാഹി അർ റഹീം എന്ന് പറയൂല. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അള്ളാഹു എന്ന പേരിന്റെ ശേഷമാണ് ബാക്കിയുള്ള ഇസ്മുകൾ. അപ്പൊ ഏറ്റവും വലിയ അള്ളാഹിന്റെ മഹത്തായ പേരേതാണ്? അള്ളാഹു എന്നത് തന്നെയാണ്. തയ്യിബ്. അർ റഹ്മാൻ, റഹ്മാൻ എന്നത് എന്താണ്? റഹ്മാൻ എന്നത് ദുർ റഹ്മത്തിൽ വാസിഅ, വിശാലമായ റഹ്മത്തുള്ളവൻ, വിശാലമായ റഹ്മത്തുള്ളവൻ. ولهذا جاء على وزن فعلان الذي يدل على السعة. فعلان എന്ന വസ്ൻ, റഹ്മാൻ ഫഅലാൻ എന്ന വസ്നിലാണ്, എന്ന മോൾഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റഹ്മാൻ എന്ന പദം വന്നിട്ടുള്ളത്. ഫഅലാൻ വസ്ന് അത് വിശാലതയെ സൂചിപ്പിക്കുന്നതാണ്. ആ ഒരു പ്രയോഗം വിശാലതയെ സൂചിപ്പിക്കുന്നതാണ്. റഹീം, റഹീം എന്നതിൻ്റെ അർത്ഥം എന്താണ്? അൽ മൂസിലു ലിർറഹ്മതി മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് അവന്റെ കാരുണ്യത്തെ എത്തിക്കുന്നവനായ, അവന്റെ അടിമകളിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കാരണം, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കരുണ ചെയ്യുന്നവനാണ്. എന്നാൽ കാഫിറുകൾക്ക് അല്ലാഹു കരുണ ചെയ്യുന്നില്ലേ? ഉണ്ട്, ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിൽ എന്ത് ചെയ്യൂല? അവൻ കൂടി ജീവിക്കാൻ പറ്റൂല. അതെന്താണ്? അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മുമായി ബന്ധപ്പെട്ടതാണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകം. കാഫിറുകളോടുള്ള റഹ്മത്തല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുഅ്മിനീങ്ങളോടുള്ളത്. അതെന്താണ്? അത് റഹീം എന്ന ഇസ്മിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരു കുതിരക്കുട്ടി ഒരു കുതിര അതിൻ്റെ കുട്ടിയുടെ മേൽ കുളമ്പ് തട്ടാതെ നോക്കുന്നത്, അത് എവിടെ നിന്നുള്ളതാണ്? അള്ളാഹു അവന് കൊടുത്ത റഹ്മത്തിൽ നിന്ന് ഉള്ളതാണ്. ഒരു മാതാവ് കുട്ടിക്ക് പാല് കൊടുക്കുന്നത് അള്ളാഹു വിട്ടുകൊടുത്ത റഹ്മത്താണ്. അത് കാഫറിന്റെ കുട്ടിയായാലും മുസ്ലിമിന്റെ കുട്ടിയായാലും അള്ളാഹു വിട്ടുകൊടുത്ത റഹ്മത്ത് കൊണ്ടേ അത് നടക്കുള്ളൂ. മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാണ്! അള്ളാഹു തന്ന റഹ്മത്ത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കും. ولهذا جاءت على وزن فعيل الدال على وقوع الفعل. ഫഈൽ എന്ന വസ്ൻ, റഹീം ഫഈൽ എന്ന മോൾഡ്. വസ്ൻ എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ മോൾഡ് എന്ന് പറയാം. അതായത് ഓരോ അറബി ഭാഷയിലെ ഓരോ പദങ്ങളും എന്താണ്? ഓരോ വസ്നിന്റെ അടിസ്ഥാനത്തിലാണ്. തമാം. അതിനെ നമുക്കാണെങ്കിൽ ഒന്ന് ത്രാസിലെ കട്ടി എന്ന് പറയാം, അതല്ലെങ്കിൽ മോൾഡ് എന്ന് പറയാം. ഇതൊക്കെ എന്താണ്? ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്. ഫഈൽ എന്നത് എന്താണ്? ഒരു പ്രവർത്തനം നടക്കുന്നു എന്ന അർത്ഥത്തിലുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ റഹീം എന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കരുണ എത്തിച്ചു കൊടുക്കുന്ന, കാരുണ്യം എത്തിച്ചു കൊടുക്കുന്നവൻ. മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കാരുണ്യമുള്ളവനാണ്. ഫഹുനാ റഹ്മത്തുൻ ഹിയ സിഫതുഹു ഹാദിഹി ദല്ല അലൈഹി റഹ്മാൻ. ഇവിടെ രണ്ട് തരം റഹ്മത്തുകളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ട് വിശേഷിക്കപ്പെട്ടവനാണ്, സിഫത്താണത്, അള്ളാഹിന്റെ വിശേഷണമാണ്. അതെന്താണ്? റഹ്മാൻ എന്ന പേരിൽ നിന്ന് കിട്ടുന്നതാണ്. അള്ളാഹു റഹ്മത്തുള്ളവനാണ് മുഴുവനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ എഴുതി വെച്ചതെന്താണ്? ഇന്ന റഹ്മതി സബഖത് ഗദബി, എൻ്റെ കോപത്തേക്കാൾ എൻ്റെ റഹ്മത്ത് അതിനെ അതിജയിച്ചിരിക്കുന്നു. അപ്പോൾ റഹ്മത്തുള്ളവനാണ് ആര്? അള്ളാഹു. ഇനിയോ രണ്ടാമത്തെ ഒരു അർത്ഥമുണ്ട്, വറഹ്മത്തുൻ ഹിയ ഫിഅലുഹു, അള്ളാഹിന്റെ പ്രവർത്തനമായ റഹ്മത്ത്. അതെന്താണ്? എത്തിക്കുക എന്ന റഹ്മത്ത്. റഹ്മത്ത് എത്തിക്കൽ അല്ലെങ്കിൽ എത്തപ്പെടുന്ന റഹ്മത്ത്, അതിനെ സൂചിപ്പിക്കുന്നതാണ് റഹീം എന്ന പേര്. ദല്ല അലൈഹി റഹീം. അർ-റഹ്മാൻ അർ-റഹീം ഇസ്മാനി മിൻ അസ്മാഇല്ലാഹ് യദുല്ലാനി അലാ ദാത്ത്, അള്ളാഹുവിന്റെ ദാത്തിനെ സൂചിപ്പിക്കുന്ന രണ്ട് പേരുകളാണെന്ത്? അർ-റഹ്മാൻ അർ-റഹീം എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് വരുന്ന ഇർഷാദ്. ഇർഷാദ് എന്ന് പറഞ്ഞാൽ
ഇർഷാദ് എന്ന ഈ വ്യക്തിയുടെ ദാത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇർഷാദ് എന്ന് പറഞ്ഞാൽ വേറൊരാളെന്ത് ചെയ്യില്ല, സംസാരിക്കില്ല, മറിച്ച് ആരാണ് സംസാരിക്കുക? ഇയാളാണ്. അല്ലെങ്കിൽ ഇന്ന ആൾ, ജലാൽ എന്ന് പറഞ്ഞാൽ ഇന്ന ആളാണ്. ഈ ദാത്തിനെ സൂചിപ്പിക്കുക, ഓരോ വ്യക്തിയുടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിനെ സൂചിപ്പിക്കുന്നതാണ് അർ-റഹ്മാൻ അർ-റഹീം എന്നിവ. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവാണ്. യാ റഹ്മാൻ എന്ന് നമ്മൾ വിളിച്ചാൽ അതാരെയാണ്? അല്ലാഹുവിനെയാണ്. അതുപോലെ തന്നെ റഹീം എന്ന് വിളിച്ചാൽ അത് യാ റഹീം ഇർഹംനി എന്ന് നമ്മൾ വിളിച്ചാൽ അതാരെയാണ്? അല്ലാഹുവിനെയാണ്. ഈ രണ്ട് പേരുകൾ അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന പേരുകളുമാണ്. നമ്മൾ സമാധാനമുള്ളവരാണ്, കാരണം നമ്മളുടെ റബ്ബ് ആരാണ്? റഹ്മാനാണ്, റഹീമാണ്. നമുക്കെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് റഹ്മത്ത് ചെയ്യും. നമ്മളോട് കാണിക്കുന്ന റഹ്മത്തിനേക്കാൾ നമുക്ക് നമ്മളോട് റഹ്മത്തുണ്ടല്ലോ. തീ കാണുമ്പോൾ എടുത്ത് ചാടുക നമ്മൾ? ഇല്ല. കാരണം എന്താണ്? കരിഞ്ഞു അല്ലേ? അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളോടുള്ള റഹ്മത്താണ്. അതിനേക്കാൾ നമ്മളോട് റഹ്മത്ത് കാണിക്കുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നീ തീ കണ്ടപ്പോൾ എടുത്ത് ചാടിയില്ല. അത് നിന്റെ ബുദ്ധി അനുസരിച്ച് നീ ചെയ്തതാണ്. പക്ഷെ നിന്റെ ഹാർട്ട് നീ കൺട്രോൾ ചെയ്യുന്നതാണോ? ആണോ? അല്ല. നീ ജനിക്കുന്നതിന് മുമ്പ്, അതായത് പറന്ന് ഈ ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് ഹാർട്ട് ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ഞെക്കി ഇങ്ങനെ കൊടുക്കുന്നതല്ല, മറിച്ച് റഹ്മാനായ റബ്ബ് അത് കൺട്രോൾ ചെയ്യുന്നതാണ്. നീ ശ്വാസം വലിക്കുന്നുണ്ട്, നീ കൺട്രോൾ ചെയ്യുന്നതല്ല. നീ ഭക്ഷണം കഴിക്കുന്നത് നിനക്കറിയുള്ളൂ, ബാക്കി അവിടെ പുറത്തേക്ക് പോകുന്നത് നിനക്കറിയില്ല. അവിടം വരെ എന്ത് നടക്കുന്നു? നീ കണ്ണ് കാണുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് നിനക്കറിയില്ല. നീ വിചാരിച്ചിട്ടല്ല കണ്ണ് കാണുന്നത്. ഇതൊക്കെ റഹ്മാനായ റബ്ബ് നിനക്ക് ചെയ്തു തന്നതാണ്. നിന്നെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഒരു ദിവസം ഹാർട്ട് നിന്ന് പോയാൽ ഇരുന്നിട്ട് ഞെക്കാൻ പറ്റുകയില്ല. അത് റഹ്മാനായ റബ്ബ് നമുക്ക് തന്നതാണ്, വേറൊരാളും അത് തരികയില്ല. മനസ്സിലായോ? അപ്പോൾ റഹ്മാനായ റബ്ബ്, റഹീമായ റബ്ബ് എന്നതിലെന്തുണ്ട്? റഹ്മത്ത് എന്ന സിഫത്തുണ്ട്. തയ്യിബ്, ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. റഹ്മാനും റഹീമുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മളുടെ ദർസുകൾ എങ്ങനെയാണ്? ഇപ്പോൾ സുബ്ഹിന് ശേഷം തഫ്സീറാണ്, ഖുർആനിൻ്റെ തഫ്സീർ. ളുഹറിന് ശേഷം എന്താണ്? അഖീദ, നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അസറിന് ശേഷം ഫിഖ്, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മഗ്രിബിന് ശേഷം അൽ അർബഊൻ നവവി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള 40 ഹദീസുകളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി ക്രോഡീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ദർസ് കഴിഞ്ഞാൽ എന്താണ്? ഹിഫ്ള് ആരംഭിക്കും. തമാം. അപ്പോൾ ഹിഫ്ള് എന്ത് ചെയ്യുക? ഓരോരുത്തർ പഠിച്ചിട്ടത് കേൾപ്പിക്കുക. ഓരോ ദിവസം ഒരായത്തെങ്കിലും പഠിച്ചാൽ എന്നിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക, കേൾപ്പിക്കുക. തമാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ തർത്തീബ്. ഇതെല്ലാവർക്കും ഉള്ളതാണ്, നിസ്കരിക്കാൻ വരുന്ന എല്ലാവർക്കും ഉള്ള ദർസുകളുടെ പേരുകളാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങിയിട്ടില്ല. ബാക്കിയുള്ള ഇവിടെ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അറബി ഭാഷയുടെ കാര്യങ്ങൾ, അറബി ഭാഷ തുടക്കം മുതൽ നമ്മളവിടെ മർക്കസിലെടുത്തിരുന്നതൊക്കെ മാറ്റിവെച്ച് ഇവിടെ എന്താണ് 1 മുതൽ ആദ്യം മുതൽ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അത് ഇൻഷാ അല്ലാഹ് സമയം ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അതിൻ്റെ സമയം പറയും. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദർസിന് ശേഷമായിരിക്കും, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതുപോലെ തന്നെ നഹ്വ് കാര്യങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.